നിലാക്കീറിലേക്ക് സ്വാഗതം. ഏറെ പ്രിയപ്പെട്ട ഒരാളുടെ മരണത്തിന് മുന്നിൽ ഒന്നും ചെയ്യാനാവാതെ നിസ്സഹായനായി നിന്നിട്ടുണ്ടോ? അയാൾ ആഗ്രഹിച്ചതുപോലെ, ഞാൻ ആശിച്ചതുപോലെ ഒന്നും ചെയ്യാനായില്ല എന്ന് സങ്കടപ്പെട്ടിട്ടുണ്ടോ? സുവിശേഷത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന സ്ത്രീകൾ അതേ മാനസികാവസ്ഥയിലാണ്. യേശുവിനെ സംസ്കരിക്കുമ്പോൾ സാബത്ത് ആരംഭിച്ചിരുന്നത് കൊണ്ട് അവന് വേണ്ടി ഒന്നും ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് അവർ ശവകുടീരത്തിലെത്തിയത് അഴുകിത്തുടങ്ങുന്ന ഒരു ശരീരത്തിൻ്റെ മേൽ സുഗന്ധലേപനം നടത്താനായിരുന്നു. അതവരുടെ സ്നേഹത്തിൻ്റെ അവസാന പ്രവൃത്തിയായിരുന്നു. പക്ഷെ അവിടെ എത്തിയപ്പോൾ അവർ ഞെട്ടി. കാരണം യേശുവിൻ്റെ മൃതശരീരം അവിടെ ഇല്ലായിരുന്നു. അവർ വേദനയ്ക്കുമേൽ വേദന അനുഭവിച്ചു. അതിന് ചില കാരണങ്ങളുണ്ട്. ഒന്നാമതായി, അവർ തേടിയത് മരിച്ചവനെയായിരുന്നു. അവരുടെ പ്രിയപ്പെട്ടവൻ്റെ മൃതശരീരം കാണാനും വിലപിക്കാനുമാണ് അവർ വന്നത്. പക്ഷേ അവരാഗ്രഹിച്ച ആശ്വാസം ദൈവം പോലും അവർക്ക് നൽകിയില്ല. കാരണം അവർ തേടിയത് ദൈവത്തെയല്ല, മരിച്ചവനെയായിരുന്നു. അവർക്കവന് സ്നേഹമായിരുന്നു. പക്ഷേ അവൻ നൽകിയ പ്രത്യാശ അവർക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞിരുന്നില്ല. പലപ്പോഴും നമ്മളും ഇത് ചെയ്യാറുണ്ട്. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ കരുതുന്നു, എന്തൊക്കെ പ്രാർത്ഥിച്ചാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം എൻ്റെ ദൈവം മരിച്ചവനാണ്. പ്രാർത്ഥനകളിൽ നമ്മളും തേടിക്കൊണ്ടിരിക്കുന്നത് മരിച്ച ദൈവത്തെയാണ്. അവർ വേദനയ്ക്കുമേൽ വേദന അനുഭവിക്കാനുള്ള മറ്റൊരു കാരണം അവർ വാഗ്ദാനങ്ങൾ മറന്നുപോയി എന്നതാണ്. അവരവനെ സ്നേഹിച്ചിരുന്നു. പക്ഷേ അവൻ്റെ വാഗ്ദാനം വിശ്വസിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. പീഡ സഹിച്ച് മരിച്ച് 3-ാം ദിവസം ഉയർക്കുമെന്ന് അവൻ അവരോട് പറഞ്ഞിരുന്നതാണ്. പക്ഷേ വാഗ്ദാനങ്ങൾ അവർ മറന്നേ പോയി. അതുകൊണ്ട് ദൂതൻ അവർക്ക് മുമ്പിൽ അതിശയങ്ങളൊന്നും ചെയ്യാനല്ല ശ്രമിച്ചത്. മറിച്ച് ഉത്ഥാനത്തെക്കുറിച്ച് യേശു പറഞ്ഞത് ഓർമ്മിപ്പിക്കുക മാത്രം ചെയ്തു. നമ്മളും ഇതുപോലെ ചിലതൊക്കെ മറന്നു പോകാറുണ്ട്. പ്രത്യേകിച്ചും പ്രാർത്ഥനയുമായി, ദൈവവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ. നാം നിരാശരാകും, എനിക്കാരുമില്ലെന്ന് വിലപിക്കും. കാരണം അവൻ നമുക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നമ്മുടെ ഓർമ്മയിലില്ല. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ ജീവിത സങ്കടങ്ങളുടെ കടൽ കടന്നു പോകാൻ സഹായിക്കുന്ന തോണികളാണല്ലോ. അത് തിരകളെ ഇല്ലാതാക്കില്ല, പക്ഷേ അവയെ കടന്നു പോകാൻ സഹായിക്കും. എന്നാൽ വാഗ്ദാനങ്ങൾ മറന്നു പോകുമ്പോൾ ഈ ആശ്വാസമൊക്കെയും നമുക്ക് നഷ്ടപ്പെടും. എന്നാണെങ്കിലും സുവിശേഷത്തിൽ അവർ വേദനയ്ക്കുമേൽ വേദന അനുഭവിച്ചതിന് ശേഷം എന്താണ് സംഭവിച്ചത്? അവർ കൊണ്ടുവന്ന സുഗന്ധദ്രവ്യങ്ങൾ ഇനി ഉപയോഗശൂന്യമായി. കാരണം അത് മരിച്ചവരെ പൂശാനുള്ളതാണ്. സമരിയാക്കാരി സ്ത്രീ കിണറ്റിൻകരയിൽ കുടം ഉപേക്ഷിച്ചതുപോലെ അവർ കൊണ്ടുവന്നതൊക്കെ ഉപേക്ഷിച്ച് ജീവിച്ചിരിക്കുന്നവനെക്കുറിച്ച് പറയാൻ ശിഷ്യന്മാരുടെ അടുത്തേക്കോടി. അവർ യേശുവിനെ മറ്റൊരു രീതിയിൽ അനുഭവിക്കുകയായിരുന്നു. പഴയതുപോലെ ഒരു ശരീരമല്ല അവർ കണ്ടത്. പക്ഷേ അവർക്കത് മതിയായിരുന്നു. അവർക്കിപ്പോൾ നിരാശയോ ദുഃഖമോ ഇല്ല. കാരണം അവർക്ക് തങ്ങളുടെ കർത്താവിനെ നഷ്ടപ്പെട്ടിട്ടില്ല. യേശുവിൻ്റെ കാലം വരെ ഭൂമി പ്രിയപ്പെട്ടവരുടെ മരണത്തിൽ വല്ലാതെ വിലപിച്ചിരുന്നു. കാരണം ഒരാൾ മരിക്കുകയെന്നാൽ അയാളെ എന്നേക്കുമായി നഷ്ടപ്പെടുകയായിരുന്നു. പക്ഷേ അവരെ ഇനിയും കണ്ടുമുട്ടാനാവുമെന്ന് ഭൂമിയെ പഠിപ്പിച്ചതും ആശ്വസിപ്പിച്ചതും യേശുവായിരുന്നു. യേശു ഭൂമിക്ക് ഒരു പുതിയ പ്രതീക്ഷ നൽകി. എൻ്റെ പ്രിയപ്പെട്ടവർ മരണത്തിലൂടെ പോലും എനിക്ക് നഷ്ടമാവുന്നില്ല എന്നതായിരുന്നു ആ പ്രതീക്ഷ. മറ്റൊരു തരത്തിൽ അവരെ എനിക്ക് അനുഭവിക്കാൻ കഴിയും. ഉത്ഥാനം യേശുവിനെക്കുറിച്ചുള്ള ഒരു കഥയല്ല, അത് എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു നേരാണ്. അത് എൻ്റെ സാധ്യതയാണ്. എൻ്റെ സ്വപ്നങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ടവർ, എൻ്റെ സന്തോഷം, എൻ്റെ സമാധാനം ഇതൊക്കെ നഷ്ടമായി എന്ന് പറഞ്ഞ് കല്ലറയിൽ അടക്കപ്പെട്ട മൃതശരീരത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ജീവിച്ചിരിക്കുന്നവനെ ഞാൻ എന്തിനാണ് മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത്? സങ്കടക്കടൽ താണ്ടാൻ അവൻ നൽകിയ വാഗ്ദാനത്തിൻ്റെ വഞ്ചികൾ ഞാൻ എന്തിനാണ് വേണ്ടെന്ന് വയ്ക്കുന്നത്? ഞാൻ സ്നേഹിച്ചവരൊക്കെ മരിച്ചുപോയി എന്ന് പറഞ്ഞ് വിലപിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? എല്ലാം വീണ്ടെടുക്കാൻ കഴിയുമല്ലോ. ഉത്ഥാനം എൻ്റെ സാധ്യതയാണല്ലോ. പ്രാർത്ഥിക്കാം.
ഈശോയെ, മരണത്തെ ഓർത്ത് വേദനിക്കാനല്ല, ജീവിതത്തെ ഓർത്ത് ആഹ്ലാദിക്കാൻ എന്നെ സഹായിക്കണമേ. ആമേൻ. സ്തുതിയായിരിക്കട്ടെ.